അരിപ്പൊടിയും പിന്നെ പകുതി തേങ്ങയും മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കത് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മളിപ്പോ ഇവിടെ വെച്ചിട്ട് നമുക്ക് അടിക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ നാളികേരം പൊടിയും കൂടി അരച്ച് വെച്ചതാണ്. എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുറുക്കി വെച്ച പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ചത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാ ഈ അരിപ്പൊടിയും തേങ്ങയും ഒരുമിച്ചിട്ട് അരക്കണേന്ന്. അത് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഹാർഡ് പോലെ ഇരിക്കുക. ഇനി നമുക്ക് ഇത് ഒരു 3 മണിക്കൂർ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കട്ടിയുള്ള പാവാണ് വേണ്ടത്. പിന്നെ നമ്മുടെ പഞ്ചസാരയും മുട്ടയും ഉപ്പൊക്കെ ഉണ്ടാക്കണ നേരത്താണ് ഇടണ്ടോ കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ പാവ് 3 മണിക്കൂർ നമ്മൾ വെച്ചു. അപ്പൊ നന്നായി പൊന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഒരു മുട്ട ഇട്ട് കൊടുത്ത് 1 മുട്ട മതി കേട്ടോ. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. 3 ടീസ്പൂണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കാം. അതിന് മുമ്പ് ഉപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്കത് ഇളക്കാം. ഇനി നമുക്ക് വെള്ളയപ്പത്തിന്റെ ചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ ചൂടാവട്ടെ കേട്ടോ. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളയപ്പത്തിന്റെ പാകം ഒഴിച്ച് കൊടുക്കാട്ടെ. എനിക്ക് ഇനി നമുക്ക് ഇത് ഫുള്ള് ചെയ്യാട്ടാ. ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ. ഇനി നമ്മുടെ ബീഫ് തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. അതായിട്ട് നമുക്ക് ഒരു പിടുത്തം പിടിച്ച സൂപ്പറാവും. കിട്ടില്ല സാധനമാവുക. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ബീഫ് ഉണ്ടാക്കുന്നത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാട്ടാ. വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ബീഫ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും നോക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതിൻ്റെ ലിങ്ക്. അത് നിങ്ങളെല്ലാവരും നോക്കുക കേട്ടാ.